ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ പോലീസിന് ഒരു തരത്തിലും ഭരണകൂടത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണകൂടത്തിലെ ആരെങ്കിലും ഭാഗമായിരിക്കുന്നവർക്ക് വിരുദ്ധമായ ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വാദിച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? ഇതിപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലാണ് SITയുടെ അന്വേഷണം. പക്ഷെ അപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും പ്രമുഖർക്കെതിരെ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് കരുതാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. സംഭവത്തിൽ തന്നെ മനസ്സിലാവും. കാരണം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണ് ഇപ്പം ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പക്ഷേ അത് കോടതിയുടെ ഒന്ന് പറഞ്ഞോട്ടെ ശ്രീ കെ എം ആന്റണി, സർക്കാർ അങ്ങോട്ട് മുന്നോട്ട് വെച്ചതാണ് ADGP തലത്തിൽ അന്വേഷണം എന്നുള്ളത്. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ് സർക്കാർ അങ്ങോട്ട് വെച്ചു ആ രീതിയിൽ. പക്ഷെ ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാനോ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അധികാരമുള്ളൊരു ബോഡിയല്ല. ദേവസ്വം വിജിലൻസ്, ഇലക്ട്രിസിറ്റി വിജിലൻസ്, കോഓപ്പറേറ്റീവ് വിജിലൻസ്, അതൊക്കെ അവരുടെ ഇന്നറായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അവരുടെ ഉള്ളിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെ സംബന്ധിച്ച് വെറുതെ സാധാരണ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് അധികാരങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ നാളെ ഇതിന് FIR ഇടും. അതായത് മോഷണം അല്ലെ അപഹരണം, സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതും ഈ കാര്യങ്ങൾ ഉടനീളം ദുരൂഹതയുണ്ടെന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ സാധാരണ ജനങ്ങൾക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അത് ഏത് അന്വേഷണത്തിൽ കൂടിയായാലും അത് ഏതായാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ്. ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി കഴകത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സഹായിയായിട്ട് വന്നതാണ് ഇവിടെ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് യോഗ്യത ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇയാൾ ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ദേവസ്വത്തിന് കത്ത് കൊടുത്തു. ഞാനിത് ഇതിലെ അതിന്റെ പണി അല്ലെങ്കിൽ സ്വർണം പൂശി കൊണ്ടുതരാം, ഞാൻ തന്നെ ഏറ്റെടുത്തിരുന്ന് നടത്തിക്കൊള്ളാമെന്ന് അങ്ങോട്ട് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ആദ്യം തന്നെ 2019 ജൂലൈ 5 മറ്റോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അതെന്തുകൊണ്ട് അങ്ങനെ അയാൾ മുൻകൈ എടുത്ത് ഈ കാര്യത്തിലേക്ക് വന്നു എന്നുള്ളത് സംശയാസ്പദമാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഏക യോഗ്യത എന്ന് പറയുന്നത് അയാൾക്ക് 5-6 ഭാഷ, സൗത്ത് ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 5-6 ഭാഷകൾ സംസാരിക്കാൻ അറിയാം. നമ്മൾ ആ ഒരു കാര്യമല്ലാതെ അയാൾക്ക് എന്താണ് യോഗ്യത എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും കൃത്യമായി പറയാൻ ഇതുവരെ സാധിക്കുന്നില്ല. അപ്പോൾ അയാൾ ഈ കത്ത് കൊടുത്ത അടിസ്ഥാനത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ദേവസ്വത്തിന്റെ അതിൽ പ്രധാനപ്പെട്ട മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ തിരുവാഭരണ കമ്മീഷണറും അതുപോലെ തന്നെ അപ്രൈസറുണ്ട്, ഗോൾഡ് സ്മിത്ത്. ഈ സ്വർണത്തിന്റെ അളവും തൂക്കവും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ആ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ആളുണ്ട്. അത് ഏറ്റെടുക്കുമ്പോഴും ആളുണ്ടാവണം, ഇത് കൊടുക്കുമ്പോഴും എങ്ങോട്ടേലും ഏതെങ്കിലും കാര്യത്തിനായി കൈമാറ്റപ്പെടുമ്പോഴും. ഇത് രഹസ്യ സ്വഭാവം അതിനകത്തുണ്ട്. കാരണം പ്രോപ്പറായ രീതിയിലാണ് ഇത് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടത് എന്നുള്ളതും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരേണ്ടതാണ്. ഇത് വ്യക്തമായിട്ടും എല്ലാ ആളുകൾക്കും ഇത് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം അയ്യപ്പന്റെ കോടിക്കണക്കിന് ഉള്ള അയ്യപ്പ ഭക്തന്മാരുടെ സംശയം മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ, സാധാരണ പൗരന്മാരുടെയും ആ വിവരങ്ങൾ അറിയുവാനുള്ള ആഗ്രഹമുണ്ട്. അതിപ്പോ കോടതി അതിനകത്ത് വ്യക്തമായി, കോടതിയുടെ മുന്നിൽ ഇതിനുള്ള തെളിവുകളെല്ലാം വന്നിട്ടുണ്ട്. കാരണം അത് ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ചിൽ ഈ ശബരിമലയിൽ എന്തൊക്കെ നടക്കുന്നു, അതായത് ഓരോ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അത് കോടതിക്ക് ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. കാരണം ഇതൊരു എന്താണ് പറയുന്നത്, ഒരു എല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് ഭക്തരുള്ള അയ്യപ്പ ഭഗവാന്റെ തൊട്ട് അല്ലെങ്കിൽ ആ ശ്രീകോവിലിന് തൊട്ടിരിക്കുന്ന ആ സാധനങ്ങളിലാണ് ഈ കൃത്രിമം നടന്നിരിക്കുന്നത്. അവിടെ സ്വർണം പൂശിയിരിക്കുന്ന സ്വർണ്ണമാണ് ഇപ്പം അപ്രത്യക്ഷമായിരിക്കുന്നത്. അത് ഏത് കാരണത്താലും പോട്ടെ, ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ രാസലായിനികളുണ്ട്. നമുക്കറിയാം, നാട്ടുമ്പുറങ്ങളിലൂടെ സ്ത്രീകളുടെയൊക്കെ സ്വർണം തിളക്കം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നുണ്ട്. ഏത് രീതിയിലും നഷ്ടപ്പെടാം. ഇത് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിന്റെ പിന്നിലേക്ക് വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായി മകസർ തയ്യാറാക്കിയിട്ടില്ല. ഈ പറഞ്ഞ ആളുകൾ അവിടെ സാക്ഷിയല്ല. അപ്പൊ എങ്ങനെ ഇത് ഏൽപ്പിച്ചു കൊടുക്കും ഒരാൾ? അതും ഈ പറഞ്ഞ രീതിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? എന്ത് കാര്യത്തിനുമായിക്കോട്ടെ,
ഇയാൾ എങ്ങനെ സ്പോൺസറെ കണ്ടെത്തുന്നു? ഇയാൾ തന്നെയല്ല, ബാംഗ്ലൂർ ഇത് പോകേണ്ട ഒരു കാര്യവുമില്ല. ബാംഗ്ലൂർ എത്തിയെന്നുള്ള വിവരവും വരുന്നുണ്ട്. പിന്നെ വീടുകളിൽ എത്തിച്ച് പൂജകൾ നടത്തിയെന്നും അവിടെ നിന്ന് പണം സമ്പാദിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല. ഒരിക്കലും അയാളെ അത് ഏൽപ്പിക്കാനോ അയാൾക്ക് ഇത്രമാത്രം പ്രാമാണിത്വം കിട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. അതാണ് അയാൾ എവിടെ നിന്നോ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ അയാൾ കിളിമാനൂർ സ്വദേശിയാണ്. ഈ പറഞ്ഞ ആ വ്യക്തി ഇന്നയാളാണ്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് ഭാഷ അറിയാവുന്നുള്ളതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. അയാളുടെ ഒരു കഴിവാണ്. അയാളിപ്പം അയാൾ എങ്ങനെയാണ് അതിനകത്ത് ബാക്കി കാര്യങ്ങൾ നടന്നതിന് എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തും. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമുക്ക് അവരുടെ അന്വേഷണം ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ CBI അന്വേഷിക്കണോ വേണ്ടോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കാൻ ഈ വിഷയത്തിൽ പോകുന്നു എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.